ഹലോ ഗായ്സ്, അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മുടെ മന്ത്രകോടി നമ്മൾ ഷോപ്പിംഗ് ചെയ്ത വ്ളോഗായിരുന്നു. മന്ത്രകോടിയൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ഇപ്പൊ ജയലക്ഷ്മി തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ ജയലക്ഷ്മിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ താലിയൊക്കെ നമുക്ക് എടുക്കണം, നമ്മുടെ വെഡിങ് റിംഗ് ഒക്കെ നമുക്ക് എടുക്കണം. അപ്പൊ കഴിഞ്ഞ വീഡിയോ ഒരു പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇട്ടത്. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അതിന്റെ ജയലക്ഷ്മിന്ന് നമ്മൾ ഡയറക്റ്റ് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ തൃശ്ശൂരുള്ള അക്ഷയയിലാണ് വന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ പുത്തമ്പള്ളിന്റെ സൈഡിലുള്ള ഒരു ജ്വല്ലറിയിലാണ് കേട്ടോ. നമുക്കറിയാം, കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ജ്വല്ലറി ഒക്കെ നമ്മുടെ കല്യാണത്തിനുള്ള എല്ലാ ജ്വല്ലറികളും എടുത്തത് ഇവിടെ തന്നെയാണ്. അപ്പൊ അങ്ങോട്ട് വന്നു. നമുക്ക് ഇവിടെ നിന്ന് നോക്കാനുള്ളത് നമ്മുടെ താലിമാലയും താലിയും പിന്നെ നമ്മുടെ വെഡിങ് റിങ്ങുകളും ആണ്. അപ്പൊ നമ്മൾ ആദ്യം താലിമാല നോക്കാന്ന് വിചാരിച്ചു. ചുളിച്ചിരുവായിരുന്നു. കാര്യം നല്ലതാ, കൊറേ നാൾ ഇടുന്നു. പക്ഷെ ചുരിഞ്ഞു. മമ്മിക്ക് അങ്ങനത്തെ ആവശ്യമുണ്ടാവും. അങ്ങനത്തെ ആവോ? മമ്മിയാണല്ലോ അത് ഭയങ്കര ഇതൊക്കെ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഗോപിയല്ലേ അത്, ഗോപി ചെയ്യും. അത് മമ്മിയുടെ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയത് നമ്മുടെ വെഡിങ് റിങ്ങിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഓൾറെഡി ഒരു ഡിസൈൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒടിഞ്ഞു പോവോ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെയോ എന്തെങ്കിലുമൊക്കെ മുടിയോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടേ പെട്ടെന്ന് അത് എന്തെങ്കിലും ഡാമേജ് പറ്റാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയതാണ്. അപ്പൊ വേറൊരു ഡിസൈൻ നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ പിന്നെ ഇനി അത് നമ്മൾ വെഡിങ് റിംഗ് എപ്പോഴും നമ്മൾ എന്നാലും എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ വിചാരിച്ചു ഇനി അതിന് വല്ല ഡാമേജ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ മാറ്റിയായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ലെറ്റേഴ്സ് ഇങ്ങനെ നമ്മള് കേഴ്സി റൈറ്റിംഗ് പോലെ വരുന്നതായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ അത് മാറ്റിയായിരുന്നു. ചേട്ടനും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിങ്ങിനെയാണ് എടുത്തത്. അപ്പൊ നമ്മൾ അതിന്റെ 2 ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പണിയിപ്പിക്കാനുള്ള ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ പണിയിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ അത് കൊടുക്കാണ് കേട്ടോ. നിങ്ങളുടെ പോലത്തെ അങ്ങനെയാണോ? അല്ല, അത് കൊളുത്തി വലിക്കുന്നു പറഞ്ഞോണ്ടാടി. അതാണ് ചോദിച്ചത്. എനിക്ക് കേഴ്സി റേറ്റിംഗും വേണം. നോക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കിയത് താലിയാണ് കേട്ടോ. അപ്പൊ താലി നമ്മളിങ്ങനെ ഒരു കുരിശ് വെച്ചിട്ടുള്ള ഒരു താലിയാണ് നോക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു താലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താലിയും മാലയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ നോക്കും. അപ്പൊ അതാണ് ഇവിടത്തെ ഒരു ഷോപ്പിംഗ്. പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാം എടുത്തു കഴിഞ്ഞോളൂ. പിന്നെ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് മതി. പൊന്നു കൈ പിടിച്ചേ. അങ്ങനെ എല്ലാ ഷോപ്പിംഗും കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ മന്ത്രകോടിയും എടുത്തു. അത് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ താലി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് കല്യാണം റിലേറ്റഡ് ആയിട്ട് അങ്ങനെ വലിയ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഇതന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ചെരുപ്പ് കൂടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് തന്നെയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര സ്റ്റോൺ വർക്കുള്ള ചെരുപ്പുകളൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും പോകുന്ന തരത്തിലുള്ള ഒരു സാധാരണ
പറഞ്ഞ ഒരു ഹീൽസ് കൂടി നോക്കിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പിന്നെ എടുത്തത്. അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിനി പോണത് മന്ത്രകോടിന്റെ ബ്ലൗസ് കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മന്ത്രകോടിയും അതുപോലെ തന്നെ ഡ്രസ്സിന്റെ എല്ലാ ഷോപ്പിങ്ങും കഴിയും. നമ്മുടെ എല്ലാ ഡ്രസ്സിന്റെ എല്ലാ പരിപാടികളും കഴിച്ച് വെച്ചിട്ട് നമുക്കിന്ന് വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് മന്ത്രകോടിന്റെ ബ്ലൗസ് കൂടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മന്ത്രകോടിന്റെ ബ്ലൗസ് കൂടി സ്റ്റിച്ച് ചെയ്യാൻ കൂടി വന്നാൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിയും. അപ്പൊ ഞാൻ അത് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മന്ത്രകോടി എടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇനി വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഡയറക്റ്റ് വന്നു മന്ത്രകോടിന്റെ ബ്ലൗസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വന്നിട്ടുള്ളത് ഡി സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ, നമ്മുടെ പുത്തമ്പള്ളിന്റെ ഭാഗത്താണ്. പക്ഷെ നല്ലൊരു സ്ഥലമാണ്. അവിടുത്തെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചി ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ ചേച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചേച്ചി പുറത്തു പോയിക്കാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ചേച്ചി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്ലൗസ് കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിയും, എല്ലാ ഷോപ്പിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ കഴിയും. ഇനി നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. സോ അതുവരെ ബൈ ബൈ.